പുതുപ്പള്ളി കേശവൻ ദേശനാടിക പൊന്മണ്ണിലേക്ക് ഒരു നാട് ഒരു പുരുഷാരം ഒരേ മനസ്സോടുകൂടി സ്വീകരിച്ച അമ്മയുടെ പൊന്മണ്ണിലേക്ക് കടന്നുകയാണ്. ഒരു കാലഘട്ടത്തിന്റെ കഥയില്ല. ഇന്ന് ഈ വർത്തമാന സമയം നമ്മുടെ കണ്ണുകൾ കാണാൻ കാത്തിരുന്ന തിരുവനന്തപുരത്തിന്റെ കൈപിടിയോടെ ദേശനാടിയുടെ പൊന്മണ്ണിലേക്ക് പുതുപ്പള്ളി കേശവൻ അമ്മയുടെ പൊന്മണ്ണിലേക്ക് വരികയാണ്. ദേശനാഥിയുടെ തിരുസന്നിധി ഉത്തരട്ടാതി മഹേശ്വരത്തിലെ അമ്മയുടെ തിരുമണിലേക്ക് അതിഗംഭീരമാകുന്ന ചടങ്ങുകളോടെ വരികയാണ്. ഗജഭീമൻ പുതുപ്പള്ളി ഗജവീരന്മാർ 7 ഗജവീരന്മാർ ഈ നാടിന് ഏറ്റവും വലിയ തിരുവുത്സവത്തിൽ പങ്കെടുക്കുവാൻ വരികയാണ് മക്കളെ. ദേശനാഥിയുടെ തിരുസന്നിധിയില് പൂരത്തിൽ പങ്കെടുക്കാൻ ദേശനാഥിയുടെ പൊന്മണ്ണ ഉത്തരട്ടാതി മഹോത്സവത്തിൽ പങ്കെടുക്കാൻ എത്തുന്ന ഗജവീരന്മാരെ സ്വീകരിക്കുന്ന കാഴ്ചകൾ. ആ കാഴ്ചകളോടൊപ്പം ഈ നാടിന്റെ ഉത്സവം, ഈ ഗ്രാമത്തിന്റെ ഉത്സവത്തിൽ പങ്കെടുക്കാൻ കേരളത്തിലെ നൂറുകണക്കിന് വാഗ്ദാനങ്ങളും പൂരങ്ങളെ സജ്ജമാക്കുമ്പോൾ ആ നൂറുകണക്കിന് വാഗ്ദാനങ്ങളിൽ പുതുപ്പള്ളി കേശവൻ അമ്മയുടെ തിരുസന്നിധിയിലേക്ക് ദേശനാഥ ചാരമംഗലം തെക്കാളപുരത്തിലുള്ള തിരുസന്നിധിയിൽ ഉത്തരട്ടാതി മഹോത്സവത്തിൽ പങ്കെടുക്കാൻ അമ്മയുടെ പൊന്മണ്ണിലേക്ക് ഒരു പുരുഷാരത്തിന്റെ നടുവിലൂടെ വരികയാണ്. ഈ ചടങ്ങ് ചെണ്ടയും കോലും കൊണ്ട് യുവതലമുറയുടെ പഞ്ചറിയുന്ന മേളക്കാരൻ രതീഷ് ആര്യക്കര പ്രദേശ് ഈ നാട് ഉയർത്തുന്ന അതിഗംഭീരമാകുന്ന മേളമൊരുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഇനി കാത്തു നിൽക്കാൻ സമയമില്ല. നമ്മുടെ പ്രിയപ്പെട്ട ഗജവീരന്മാരെ ഭക്തിയോടെ, പ്രാർത്ഥനകളോടെ, ആചാര അനുഷ്ഠാനങ്ങളോടെ അമ്മ തമ്പുരാട്ടിയുടെ തിരുസന്നിധിയിലേക്ക് സ്വീകരിക്കുന്ന ചടങ്ങ്. ആ റോഡിലേക്ക് നിൽക്കുന്ന പ്രിയപ്പെട്ടവരോ അല്പം മാറി നിന്ന് സഹകരിക്കണമെന്ന് അറിയിക്കുകയാണ്. പുതുപ്പള്ളി കേശവൻ ദേശനാഥിയുടെ തിരുസന്നിധിയിലേക്ക് അമ്മയുടെ പൊന്നിനും ആകാശത്ത് മുത്തുമിടാനായി ആദരങ്ങളോടെ പുതുപ്പള്ളി കേശവ അമ്മയുടെ തിരുസന്നിധിയിലേക്ക് വരിക. പൂരക്കാഴ്ചകളുടെ കനക സിംഹാസനമൊരുക്കി കാത്തിരുന്ന കരപ്രദേശത്തിന്റെ പെൺമണികൾ കൈയടിച്ച് കണ്ണടക്കാതെ കാത്തിരുന്ന ആ പൂരക്കാഴ്ചയ്ക്ക് കാലിരുന്നിന് കരുതുമായി വരികയാണ് നമ്മുടെ കേശവൻ. അതെ, ആനത്തത്തിന്റെ ആന രൂപമായി അവൻ വരികയാണ്. പുലരി
തെരുവിൽ പൂനിലാവ് പിറക്കുന്ന പുതുപ്പള്ളിയ ഇവിടെ കാഴ്ചകളല്ലോ അമ്മയുടെ ശേഷത്തിൽ നിന്നും അങ്ങനെ കേരളത്തിലെ ഗതിവീരന്മാർ നൂറുകണക്കിന് ഗതിവീരന്മാരിൽ 4ാം സ്ഥാനത്ത് നിൽക്കുന്നവർ ഇവർ ആൺമക്കളെ ഈ നാടിന്റെ ചൈതന്യമായി അമ്മ തമ്പുരാട്ടിയുടെ അനുഗ്രഹത്തോടെ അമ്മയുടെ പെട്ടെന്നിലേക്ക് വന്ന ദേശനാഥയുടെ പെണ്ണിലേക്ക് ഭക്തിയോടെ പ്രാർത്ഥനകളോടെ സ്വാഗതം സ്വാഗതം സ്വാഗതം. ഇവിടെയാണ് ആചാരമഹിമകളുടെ സ്നേഹമായി ഇന്നും ധാർമ്മിക ചടങ്ങുകളും വിശ്വാസവും എല്ലാം കാത്തുകൊള്ളുന്ന ദേശനാഥയുടെ തിരുസന്നിധിയിൽ ഗണേശ ഭഗവാന്റെ ചൈതന്യമുള്ള പുണ്യമായ ഭൂമിയിലേക്ക് ഇന്ന് നമ്മളുടെ സ്വന്തമാണ് കേശവൻ. ഇന്നും അമ്മ ഇഷ്ടപ്പെടുന്നവരാണ്. അതെ, കേരളത്തിലെ നൂറുകണക്കിന് ആനകളിൽ 4ാം സ്ഥാനത്ത് നിൽക്കുന്നവൻ നമ്മുടെ പുതുപ്പള്ളി കേശവന് അമ്മയുടെ ചൈതന്യം തൊട്ട് സ്നേഹത്തോടെ ആദരവുകളോടെ സ്വീകരിക്കുകയാണ്. ഒന്ന് കൈയടിക്കുക. നമുക്ക് ആർത്തത്തോടെ സ്വാഗതം. അടുത്തതായി കിരൺ നാരായണൻകുട്ടി അമ്മയുടെ തിരുസന്നിധിയിലേക്ക് പൂരവും വേലയും കാഴ്ചയുടെ പൂരമാണെങ്കിൽ കോട്ടയത്തെ കുമ്പന്മാരില്ലാതൊരു പൂരം കിടക്കില്ല. ആ സൂപ്പർ സ്റ്റാറുകൾക്കിടയിൽ ഒരു സ്റ്റാറായി കിരൺ നാരായണൻകുട്ടി. അതെ, എന്നും പൂരങ്ങളെയും വേലകളെയും തന്റേതായ ഗതസൗന്ദര്യത്തിലുള്ള ഒരു നാടിന്റെ ഹൃദയത്തിലേക്ക് വന്നവൻ കിരൺ നാരായണൻകുട്ടി. ഈ നാടിന്റെ അമ്മ ദേശനാഥ ഒറ്റനാകുളങ്ങളുടെ അമ്മയുടെ തിരുസന്നിധിയിലേക്ക് ഇത് പെണ്ണുമകളെ സ്വാഗതം സ്വാഗതം സ്വാഗതം. സ്വീകരണങ്ങളൊക്കെ നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ടെങ്കിലും ഇവിടെ ആ നമ്മളൊക്കെ കണ്ട് കാത്തുവന്ന ആചാരം എല്ലാം കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് ദേശനാഥയുടെ പെൺമണിയിലേക്ക് ദേശനാഥയുടെ തിരുസന്നിധിയിലേക്ക് ഗതിവീരന്മാരെ ഭക്തിയോടെ ആദരവുകളോടെ സ്വീകരിക്കുകയാണ്. അടുത്തതായി പാറന്നൂർ നന്ദ. അതെ, പഠിച്ച 18 കാടും മേലും കിടന്ന കടത്തനാടൻ മണ്ണിൽ നിന്നും പൂരം നടക്കുവാൻ ഗതകേശവനിലേക്ക് കർണാടക കാട്ടിലെ കാലം സൗന്ദര്യത്തിലുള്ള ഈ കേരളത്തിലെ മണ്ണിലുള്ള പാറന്നൂർ ഒരു ഗ്രാമത്തിന്റെ മകൻ, ഒരു ഗ്രാമത്തിന്റെ സ്വപ്നമായി, ഒരു ഗ്രാമത്തിന്റെ ആനച്ചക്കത്തിന് അഴകായി, ഒരു നാടിന്റെ ഗതസൗന്ദര്യമായി പാറന്നൂർ ഗ്രാമത്തിന്റെ പ്രിയപ്പെട്ട മകൻ പാറന്നൂർ മുതൽ അമ്മയുടെ തിരുസന്നിധിയിലേക്ക് ഭക്തിയോടെ പ്രാർത്ഥനകളോടെ സ്വാഗതം സ്വാഗതം സ്വാഗതം. ദീപങ്ങളോടെ ഭക്തി സൈന്യങ്ങളോടെ പ്രാർത്ഥനകളോടെ ദേശനാഥയുടെ പെൺമണിയിലേക്ക് സ്വാഗതം. അടുത്തത് നമ്മുടെ പാർത്തൻ ആലപ്പുഴയുടെ സ്വന്തം ഗതിവീരൻ. അതെ, മനുഷ്യമായ വൃന്ദങ്ങൾക്കുള്ള ആഞ്ജനോടെ ഈ കടനാട്ടിലെ കിഴപ്രദേശത്തെ ചെറുതും വലുതുമായ ക്ഷേത്രങ്ങളിൽ പാടം പണിഞ്ഞവൻ, പാതിരാവിന്റെ നിറമുള്ളവൻ, കാടുകളിൽ തുടങ്ങിയെടുത്ത കാടുകളിലെ കടപറഞ്ഞ കാലാട്ട് പാട്ടുപാടി ഭക്തിയെടുത്ത ഈ കടനാട്ടിലുള്ള കടലിന്റെ കരുത്തും കിഴപ്രദേശത്തെ കിടസൗന്ദര്യവുമായി പൂരങ്ങളുടെ പൂരമായ പാറവിക പൂരത്തിൽ പങ്കെടുത്ത വടക്കൻ കേരളത്തിലെ പൂരങ്ങളിലും വേലകളിലും പങ്കെടുത്ത ഏർനാടിന്റെ മണ്ണിൽ നിന്നും എരുമയിൽ പേട്ടതുള്ളിൽ പങ്കെടുത്ത ആലപ്പുഴയുടെ സ്വന്തം ഗതിവീരൻ ഉളവാക്കൽ പാർത്ത അമ്മയുടെ തിരുസന്നിധിയെ ആറാട്ട് മഹോത്സവത്തിൽ 3 ദിവസം അമ്മയുടെ തിരുസന്നിധിയിൽ വരിക, അമ്മയുടെ തിരുസന്നിധി വന്ന് കുളിച്ചു കൊള്ളുക, അമ്മയുടെ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ആഗ്രഹം എന്നും എല്ലാ വർഷവും കാത്തുകൊണ്ടിരിക്കുന്നവർ ഉളവാക്കൽ പാർത്ത സമിതി അമ്മയുടെ തിരുസന്നിധിയിലേക്ക് സ്വാഗതം സ്വാഗതം. അടുത്തത് ഔക്കത്ത് രാജേന്ദ്രൻ നമ്മുടെ സ്വന്തമാണ്. അയ്യപ്പ സ്വാമി ശരണമേൽക്കുന്ന അടികൂടിയുടെ മുന്നിൽ നിന്നും വിദ്യാലയമായി ഈ ദേശത്ത് ഒത്തിരി ഉത്സവങ്ങളിൽ പങ്കെടുക്കാൻ ഭാഗ്യം കിട്ടിയവൻ ശരവണ അടൂരിന്റെ മുന്നിൽ നിന്നും അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹമാണ്. ഔക്കത്ത് രാജേന്ദ്ര അമ്മയുടെ തിരുസന്നിധിയിലേക്ക് ഈ കണ്ടു കാത്തു നിൽക്കുന്ന ആയിരക്കണക്കിന് ഭക്ത മനസ്സുകളുടെ ഹൃദയങ്ങളിലേക്ക്
കഥകളിലും പങ്കെടുത്ത ഔട്ടത്തെ രാജന്റെ അമ്മയുടെ തിരുസന്നിധിയിലേക്ക് സ്വാഗതം സ്വാഗതം സ്വാഗതം. അടുത്തതായി നമ്മുടെയെല്ലാം പ്രിയപ്പെട്ടവൻ ഭരണങ്ങാനം ഗണപതി ഗണേശ ഭഗവാൻ പെരുമകളുള്ള അമ്മയുടെ തിരുസന്നിധിയിലേക്ക് വരികയാണ്. ഭരണങ്ങാനം ഗണപതി ഭഗവാൻ ദൈവിക പെരുമകളുള്ള പൊന്മറ്റിൽ ദേശവാദിയുടെ പുണ്യഭൂമിയിലേക്ക് മതസമർപ്പണത്തിന്റെ പേരും പെരുമയും കേട്ട പുണ്യഭൂമി ഭരണങ്ങാനം എന്ന ഗ്രാമത്തിൽ നീലശരാശരി കൂടിച്ചുകൊള്ളുക എന്നുമെന്നും ആകപ്രേമികളുള്ള മനസ്സിൽ എന്നുമെന്നോ ഭാഗത്തിൽ നിൽക്കുന്ന ഗജരാജൻ ഭരണങ്ങാനം ഗണപതി ഇന്നും ഒത്തൊരുമയോടെ പൂരങ്ങളെയും കാഴ്ചകളെയും എന്നുമെന്നും സ്വീകരിക്കുന്നവൻ ഭരണങ്ങാനം ഗണപതി. ഭഗവാന്റെ തിരുസന്നിധി ഗണേശ ഭഗവാൻ ഐതിഹ്യമുള്ള ഭഗവാൻ കൊച്ചവാനൊക്കെ വിളിക്കുന്ന പുണ്യഭൂമിയിലേക്ക് അമ്മ ദേശവാദിയുടെ തിരുസന്നിധിയിലേക്ക് സ്വാഗതം സ്വാഗതം സ്വാഗതം. അടുത്തതായി ഗുരുവായൂർ ദേവദാസ് ഗുരുവായൂരപ്പൻ അനുഗ്രഹം ചന്ദ്രകളപ്പം കൂടി നിൽക്കുന്ന ഗുരുവായൂരപ്പൻ അനുഗ്രഹം ഈ പുണ്യഭൂമിയിൽ എന്നുമെന്നും സുന്ദരമായി വിലയിരുന്ന പ്രാർത്ഥനകളോടെ ഗുരുവായൂരപ്പന്റെ പെണ്ണുമകൻ അങ്ങനെ ഗുരുവായൂരപ്പൻ എന്നുമെന്നും ആഗ്രഹിക്കുന്ന ആരോപണങ്ങളിലും ആരോപണത്തിൽ പങ്കെടുക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് ദേവദാസ്. അതെ, ഗുരുവായൂർ ദേവദാസ് അമ്മയുടെ തിരുസന്നിധിയിലേക്ക് അമ്മയുടെ പെൺമണ്ണിലേക്ക് പെണ്ണുമകനെ ഗുരുവായൂരപ്പൻ അനുഗ്രഹമായി ഗുരുവായൂരപ്പന്റെ ചന്ദ്രകളപ്പം ഈ ദേശവാദിയുടെ തിരുസന്നിധിയിൽ ഈ ദേശത്തെ പെണ്ണുമക്കളുടെ മനസ്സിലേക്ക് ദീർഘമായ ചൈതന്യം നിലനിൽക്കുന്ന പ്രാർത്ഥനകളോടെ ദേശവാദിയുടെ പെൺമണിയിലേക്ക് ഗുരുവായൂർ ദേവദാസ് സ്നേഹത്തോടെ ആദരവോടെ പെണ്ണമ്മയുടെ അവിടെ തമ്പുരാട്ടിയുടെ തിരുസന്നിധിയിലേക്ക് സ്വാഗതം സ്വാഗതം സ്വാഗതം. അമ്മയുടെ അനുഗ്രഹ ചൈതന്യങ്ങളിൽ പുണ്യമായ ഭൂമിയിൽ നിൽക്കുമ്പോൾ പ്രിയപ്പെട്ട ഭക്തജനങ്ങളിൽ ഇവിടെയാണ് ഇതാണ് നമ്മളൊക്കെ ആഗ്രഹിച്ച നമ്മളൊക്കെ ആനന്ദിച്ച തിരുവുത്സവത്തിന് ദൈവമായ തീരുമാനത്തോടെ ഭക്ത മനസ്സുകളുടെ കണ്ണുകൾ കണ്ടാലും കണ്ടാലും മതിപെടാത്തവരെയും മുസ്ലിം തിരിച്ചുകൊണ്ട് ദേശവാദിയുടെ തിരുസന്നിധിയിൽ കുഞ്ഞാകുലകൻ അമ്മയുടെ തിരുസന്നിധിയിൽ അമ്മയുടെ തിരുസന്നിധിയിലെ ക്ഷേത്ര ചടങ്ങുകളും ആചാരാനുഷ്ഠാനങ്ങളും രംഗങ്ങളും കാത്തുകൊണ്ടിരിക്കുന്ന അമൃത തമ്പുരാട്ടിയുടെ മക്കൾ കുഞ്ഞാകുലകൻ ആളുകളെ ആളുകളോടെ ബഹുമാനത്തോടെ അമ്മയുടെ തിരുസന്നിധിയിലേക്ക് എതിർമാരെ സ്വീകരിച്ച ഇഷ്ടപ്പെട്ടവർക്ക് കിട്ടിയിരിക്കുന്ന കാഴ്ചയുണ്ടല്ലോ. ഇതൊക്കെയാണ് നമ്മുടെ കണ്ണുകൾക്ക് നമ്മുടെ മനസ്സുകൾക്ക് നവജീവനത്തിന് കൈകൊണ്ടിരിക്കുകയാണ്. ദൈവികമായ ചൈതന്യവും താമരപ്പുഴയുടെയും താമരപ്പൂവിന്റെ നിലനിൽപ്പോലെയും ഭക്തജന മനസ്സുകൾക്ക് അനുഗ്രഹത്തിന്റെ നേർക്കാഴ്ചകളുള്ള ചന്ദന സുഗന്ധിക്കുന്ന കാഴ്ചയാണ് ദേശനാഥിയുടെ തിരുസന്നിധിയിൽ ഉത്തരട്ടാതി മഹോത്സവമായ ഇന്നീ രാവിലെ നമ്മൾ പോകും. അമ്മയുടെ തിരുസന്നിധിയിൽ പ്രതീക്ഷകളോടെ നിന്ന ഭക്ത മനസ്സുകൾ ആഗ്രഹിച്ച അതിവർണ്ണങ്ങളാണ് അതിസുന്ദരമാകുന്ന ചടങ്ങുകളോടെയാണ് ദേശനാഥ വൃദ്ധനാകുളങ്ങി അമ്മയുടെ തിരുസന്നിധിയിൽ ഇവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങൾക്കും എന്നും കരുത്തായി കൂട്ടായി നിൽക്കുന്ന മറ്റൊരു ക്ഷേത്രത്തിലും ആത്മാശപ്പെടാൻ പറ്റാത്തത്രയും യുവതലമുറയുടെ കൂട്ടായ്മ കൊച്ചനാകുളങ്ങി ആനപ്രേമ സംഘം മഹാദേവിയുടെ തിരുസന്നിധിയിലേക്ക് ഗജവീരന്മാരെ സ്വീകരിച്ച ചടങ്ങുകളിൽ ഈ ഗ്രാമത്തിലെ പുരുഷാരും ഒരേ മനസ്സോടുകൂടിയാണ് പങ്കെടുത്ത് പങ്കുചേരുമ്പോൾ മഹാദേവിയുടെ പൊൻകിളമ്പ ആകാശത്ത് മുത്തമിടാൻ കേരളത്തിന്റെ ഗജഭീമൻ. അതെ, നൂറുകണക്കിന് ഗജവീരന്മാരുള്ള നാടാണ് പൂരങ്ങളുടെ നാടായ കേരളം. ആ പൂരങ്ങളുടെ നാടായ കേരളത്തിന് മുന്നിൽ കിടപ്പാരങ്ങളിൽ 4ാം സ്ഥാനത്ത് നിൽക്കുന്നവർ. അതെ, ഒന്നുകൂടി ഓർമ്മിക്കുക, നൂറുകണക്കിന് ആളുകളിൽ കിടപ്പാരകളിൽ 4ാം സ്ഥാനത്ത് നിൽക്കുന്നവൻ ഇവനാണ് ദേശനാഥയുടെ ജന്മജീവിതത്തിൽ ഈ ഗ്രാമത്തിന്റെ കണ്ണുകൾക്ക് സൗഭാഗ്യത്തിന്റെ നർവിലാഭങ്ങൾ പൂത്തിൽ നിൽക്കുന്ന ഈ മുഹൂർത്തങ്ങളിൽ മഹാദേവിയുടെ പുറത്തെടുത്തേക്കുന്ന പുതുപ്പള്ളി കേസവൻ അകമ്പടിയായി കിരൺ നാരായണകുടിയും പാറന്നൂർ മണ്ണിലും ആലപ്പുഴയുടെ സ്വന്തം കുളമാക്കിൽ പാർത്ഥസാരഥിയും മൗട്ടതി രാജേന്ദ്രനും ഭരണങ്ങാനം ഗണപതിയും ഗുരുവായൂർ ദേവസ്വം ദേവദാസും ദേശനാഥിയുടെ പെൺമണ്ണിൽ ആ കണ്ട് കാത്തു നിൽക്കുന്ന
ആയിരക്കണക്കിന് ഭക്തജന മനസ്സുകളുടെ കണ്ണുകൾക്ക് ഈ കലിയുഗകാലത്ത് തീക്ഷ്ണമാകുന്ന ജീവിത ദുരിതങ്ങളിലൂടെ കടന്നുപോകുന്ന ഭക്ത മനസ്സുകൾക്ക് ആനന്ദത്തിന്റെയും കലയുടെയും കാഴ്ചകളുടെയും ഭക്തിയുടെയും പ്രാർത്ഥനകളുടെയും സമന്വയമായ സംഗമമൊരുക്കിക്കൊണ്ടാണ് ദേശനാഥയുടെ തിരുസന്നിധിയിൽ ചാരമംഗല കൃഷ്ണനാകുളം ഗ്രാമയുടെ തിരുസന്നിധിയിൽ ഈ വർഷത്തെ ഉത്രട്ടാതി മഹോത്സവത്തിന് ആരവങ്ങളോടെ ഈ ഗ്രാമത്തിലെ പരിസരത ദേശനാഥ കൃഷ്ണനാകുളം ഗ്രാമയുടെ ഒരു മക്കൾ 6 പേരുടെ സംഘം ഭക്തിയോടെ പ്രാർത്ഥനകളോടെ ഈ ഗ്രാമത്തിലെ ഹൃദയത്തിലൂടെ ആയിരക്കണക്കിന് പ്രേമികളുടെ മനസ്സുകളിലൂടെ ആയിരക്കണക്കിന് ഉത്സവ പ്രേമികളുടെ മനസ്സുകളിലൂടെ ഈ ഗ്രാമം ഹരിതവർണ്ണ ചാരുതയുടെ പ്രത്യേകതയായി ഉദിച്ചു നിൽക്കുന്ന ഈ അമ്മയുടെ തിരുസന്നിധി എത്ര മനോഹരമാണല്ലേ. ഈ പച്ചപ്പുകളും ഈ ആഘോഷവും ഈ അടയാളങ്ങളെല്ലാം നമ്മുടെ മനസ്സുകൾക്ക് ഒരു സ്വന്തമായി കഴിയുമ്പോൾ ഇവിടെയാണ് ഇവിടെ ഈ മൺതരിയിലിരുന്ന ഇന്നത്തെ സ്ത്രീകളെയും കാഴ്ചയെല്ലാം കാണാം. തിരുവനവും കേരളത്തിലെ നൂറുകണക്കിന് കലാകാരന്മാർ പങ്കെടുക്കുമ്പോൾ രാജ്യം ഭക്തസിംഹയെ ആദരിച്ച നമ്മുടെയെല്ലാം തിരുവനവും എല്ലാം പങ്കെടുക്കുന്ന ആ ഉത്സവ കാഴ്ചകൾക്ക് നിറം പകർന്ന യേശുനാഥയുടെ പൊന്നാണ് ആഘോഷത്തിന്റെ ആഹ്ലാദത്തിൽ ഉത്സവങ്ങളുടെ സാന്നിധ്യ ചൈതന്യത്തിന്റെ ചന്ദന സുഗന്ധം വിരിച്ചുകൊണ്ട് അമ്മയുടെ തിരുസന്നിധിയിൽ ഉത്രട്ടാതി മഹോത്സവത്തിന്റെ രാവിൽ ശ്രീബലി ചടങ്ങുകൾ ആരംഭിക്കുവാൻ സമയമായി. സ്വപ്നം പറയുന്നില്ല. അതുകൊണ്ട് കൃത്യമായി നമ്മൾ പറയാം, യേശുനാഥ കൃത്യനാകുളം അമ്മയുടെ തിരുസന്നിധിയിലാണ് ഈ വർഷത്തെ ഏറ്റവും വലിയ ഉത്സവം, ഏറ്റവും വലിയ മേളത്താണ്. ഏതാണ്ട് 3 ദിവസങ്ങളിലായി 150-ലധികം കലാകാരന്മാർ, 200-നെ പറ്റി വരുന്ന കലാകാരന്മാർ പങ്കെടുക്കുന്ന മുന്നിൽ ഇവിടെ നിന്ന് നമ്മൾ കാണുക. അമ്മയുടെ ഭക്തരെക്കാൾ കേരളത്തിലെ പുതുപ്പള്ളി ശ്രീമൂന്നിലേക്ക് അമ്മയുടെ പ്രാർത്ഥനയോടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ചുവടുകളിൽ അമ്മയെ ശരണം ദേവി ശരണമെന്ന നാമങ്ങൾ ഉണർന്ന ഉയർന്നു വരുമ്പോൾ ഈ വർഷം ഈ സമയങ്ങളിൽ